ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ഷോ. നമ്മുടെ കൂടെ എന്നുള്ളത് എസെൻഷ്യൽസ് മൂവിയുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. അതിലെ ഡയറക്ടർ പ്രവീൺ ബ്രോ, അതിന്റെ ലീഡിംഗ് കാസ്റ്റ് ഉർവശി ആൻഡ് അഖിൽ. വെൽക്കം ടു ദ ഷോ. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പ്രവീൺ ബ്രോയുടെ അടുത്താണ്. ഈ ഒരു മൂവി ശരിക്കും ഇംഗ്ലീഷിലാണോ അതോ മലയാളത്തിലാണോ നമ്മുടെ വ്യൂവേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുക? ഇത് മിക്കവാറും 80% ഇംഗ്ലീഷിലാണ്, 20% മലയാളത്തിലാണ്. അത് ബേസിക്കലി അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് രഘു എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിലത്തെ സെൻട്രൽ ക്യാരക്ടർ. രഘു എന്ന് പറയുന്ന ആൾ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് മലയാളിയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് മലയാളി ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേറൊരു ക്യാരക്ടറിനോട്, മോണിക്ക എന്ന് പറയുന്ന ക്യാരക്ടറോട് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ കോൺവെർസേഷൻസ് മിക്കവാറും ഇംഗ്ലീഷിലാവുമല്ലോ. അതുകൊണ്ടാണ് അത് മിക്കവാറും 80% ഓഫ് ദ ഫിലിം ഉള്ളത് അവരുടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലേ പറ്റൂ. സോ അങ്ങനെയാണ് അതൊരു ഇംഗ്ലീഷ് മലയാളം ഫിലിമായത്. And I think it's also more realistic in our day-to-day lives, is that if there are two people coming from such different backgrounds, they do find the common language, whether it's Hindi or anything else. And in the case of our characters, the common language was English. So I think that was a good decision. Right. So ബാംഗ്ലൂരിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജനറലി ആൾക്കാർ വർത്താനം പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി എ മിക്സ് ഓഫ് ലാംഗ്വേജസ്. ഒരു ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കില്ല. മലയാളി തന്നെ ആയാലും വീട്ടിൽ ചിലർ ഇംഗ്ലീഷ് പറയും, കന്നഡ പറയും, അതെല്ലാം ഒരു മിക്സ് ആയിട്ടാണ്. സോ ഒരു മൾട്ടിലിംഗ്വൽ ഫിലിം എന്ന് പറയാം, ബിക്കോസ് അതിൽ കന്നഡയുണ്ട്, ഹിന്ദിയുണ്ട്. സോ ഒരു മൾട്ടിലിംഗ്വൽ ഫിലിം എന്ന് പറയാം, പക്ഷെ മെജോറിറ്റി ആയിട്ട് ഇംഗ്ലീഷാണ്, മലയാളം ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് ദ ലാംഗ്വേജസ്. സിനിമ എന്നൊരു ഡ്രീം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നോ? സിനിമ എന്നൊരു ഡ്രീം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഞാൻ ബേസിക്കലി ഒരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ചത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽ ആർട്സാണ്. അപ്പോൾ വിഷ്വലൈസ് ചെയ്യാനും ആർട്ട് ഡയറക്ഷൻ ചെയ്യാനും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ. സ്റ്റേജ് സെറ്റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിനെ ക്രിയേറ്റ് ചെയ്യുക, ഓർ ഈവൻ ഐ വാസ് ഓൾസോ ആനിമേഷനിലും ഉണ്ടായിരുന്നു. സോ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ആനിമേഷൻ ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ കോർ ഏരിയാസ് ഓഫ് വർക്ക്. ഞാനൊരു ഡിസൈനറുമാണ്. സോ അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഐ ഓൾസോ ക്രിയേറ്റഡ് ലൈക്ക് ഇത് കോർപ്പറേറ്റ് വീഡിയോസ്, പ്രോഡക്റ്റ് വീഡിയോസ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതേ അപ്പോൾ 2018 ആകുമ്പോൾ I started really making like some small music videos on cover songs, and then I ഒരു 2-3 ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. സോ അങ്ങനെയാണ് എൻ്റെ എൻട്രി ഇൻ ടു ദിസ് ഫിലിം. ഇത് ഏതൊരു പ്ലാറ്റ്ഫോമിലായിരിക്കും റിലീസ് ആവുക, നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്? ഫെബ്രുവരി 12 റിലീസ് ആവുന്നത്. മൂവി സയൻസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, വിച്ച് ഇസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ്. മൂവി സയൻസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത്. രണ്ട് ലീഡിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് രഘു ആൻഡ് മോണിക്ക. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്യാരക്ടേഴ്സ്? അമേസിങ്, അടിപൊളിയായിരുന്നു. മീൻസ് വളരെ എനിക്കൊന്നും ഒരു ഇപ്പം ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറായാലും ഇപ്പോൾ മോണിക്കാനുള്ള ക്യാരക്ടറായാലും രണ്ടും വളരെ ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടേഴ്സായിരുന്നു. മീൻസ് നമ്മുടെ ഈ സാധാരണ ഇന്ത്യൻ ഫിലിംസിൽ കാണാൻ പറ്റാത്ത ഒരു തരം ക്യാരക്ടേഴ്സായിരുന്നു. അപ്പോൾ അതിൽ എന്നാൽ നമ്മൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നോക്കി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ ഒരു മൂവീസിൽ ഞാനിപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാകും, പക്ഷെ എന്നാലും ഇത്തരം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇതെങ്ങനെയും ചെയ്യണം എന്നുള്ളൊരു വാശിയായി. അഖിൽ ബ്രോ ആണ് കൂടുതലും ലീഡ് ചെയ്യണമെന്ന്? അല്ല, അങ്ങനെയില്ല. എനിക്ക് അതായത് ഇപ്പോൾ ഒരാളുടെ മുകളിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് രഘു എന്നുള്ള ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും ആ രഘുവിനെ പിടിച്ച് നിർത്തുന്ന ഒരു ഇത് മോണിക്ക എന്നുള്ളൊരു ക്യാരക്ടറിനോട് തന്നെ ആണുള്ളത്. അപ്പോൾ അതിൽ ഉർവശിയും വളരെയധികം ഒരു സ്ട്രോങ് റോൾ ഉണ്ട് അതിൽ. രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ലൈഫിൽ? രഘു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ എവിടേക്കോ എന്തൊക്കെയോ ഭാഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പക്ഷേ ഓവറോൾ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ രഘു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാണ്. പക്ഷെ നമ്മൾ പലരിലും ഈ രഘുവിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ പല ആൾക്കാരിലും കാണാൻ സാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഓവറോൾ അവിടുന്ന് ഇവിടുന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു രഘു എന്നുള്ളൊരു ക്യാരക്ടറായിട്ട്. അപ്പോൾ അത് മീൻസ് പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇനീഷ്യലി കുറേ സമയം എടുത്തു. ആദ്യത്തെ 1-2 ദിവസം
അപ്പോൾ പ്രവീൺ ചേട്ടൻ വിചാരിച്ച പോലെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീട് ഒരു മൂന്നാമത്തെ ദിവസമായപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് വീണ്ടും വായിച്ച് വന്നപ്പോഴാണ് അതിലേക്ക് ആ ഒരു ഡെപ്തിലൂടെ എനിക്ക് പോകാൻ പറ്റിയത്. മോണിക്ക, how was your character? I think I understood her in a theoretical level. I would not practice what she practices in a day-to-day life, but I could understand where she's coming from. So I had some similarities with her background and my background. There were some similarities there. So I was mainly like trying to work with that. And I had a lot of discussions with Praveen about her backstory and why she chooses her life the way she chooses it. And because he was able to give me all the answers, I had a lot of certainty and surety about her character. So I think I got it quite quickly in our discussions. അതെ, അതായത് ഞാൻ സ്ക്രിപ്റ്റ് ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിരുന്നില്ല. ആക്ച്വലി ദ ഫസ്റ്റ് വേർഷൻ ദാറ്റ് ഐ റോട്ട്, ഈ സ്ക്രിപ്റ്റ് മോണിക്ക വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു വന്നത്. ബട്ട് ഞാൻ ഉർവശിയെ ഒരു സ്ക്രീൻ റൈറ്റിംഗ് വർക്ക്ഷോപ്പിലാണ്, അതായത് ലോക്ക്ഡൗൺ ആയിരുന്നു, അപ്പോൾ സ്ക്രീൻ റൈറ്റിംഗ് വർക്ക്ഷോപ്പിലാണ് ഞാൻ മീറ്റ് ചെയ്തത്, അതായത് കേട്ടത്. ഐ ഡിഡ്ന്റ് സീ ഹെർ, ഐ ഹേർഡ് ഹെർ ഓൺ ദ കോൾ, ആ ഒരു വർക്ക്ഷോപ്പിൽ. അങ്ങനെ ഒരു 5 ദിവസം ഉണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പ്. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഐ ഹേർഡ് ഹെർ മോർ ആൻഡ് മോർ. ആൻഡ് ഞാൻ ഉർവശിയുടെ വീഡിയോസ് എല്ലാം പോയി കണ്ടു. ഐ ന്യൂ ദാറ്റ് ഷീ ഈസ് എൻ ആക്ടർ. ഞാൻ വീഡിയോ പോയി നോക്കി യൂട്യൂബിൽ. അപ്പോൾ ഐ ന്യൂ ദാറ്റ് ഷീ കംസ് ഫ്രം എ ബാക്ക്ഗ്രൗണ്ട്, ഷീ ഈസ് സ്റ്റഡീഡ് ഇൻ ദ US, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്ലോലി എൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഉർവശിയുടെ ഞാൻ ഇനിയും സമ്മതം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോർ ദ റോൾ. ബട്ട് ഞാൻ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ചേഞ്ച് ആയി. അത് നാച്ചുറലി ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ, ബട്ട് ഇറ്റ് ജസ്റ്റ് ചേഞ്ച്ഡ്. ഒരു US റിട്ടേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫിലിമിലുള്ളത്. US റിട്ടേൺ അല്ല, US വന്ന ആൾ. US ഇവിടെ ജനിച്ച് ഇന്ത്യൻ തന്നെയാണ്, ഇന്ത്യനും അമേരിക്കനും ആയിട്ടുള്ള മിക്സാണ്. ഷീ ഈസ് ജസ്റ്റ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഉർവശിയെ, സോ അതൊരു എന്തായാലും പറയാം, ഓർഗാനിക്കലി അതൊരു വളർന്നു വന്ന ക്യാരക്ടറാണ്. അങ്ങനെ അത് മോണിക്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വന്നു തന്നെ. സോ ഐ മീൻ അതൊരു എന്തായാലും പറയാം, നിമിത്തം എന്ന് പറയില്ല. ആ വർക്ക്ഷോപ്പ് വാസ് എ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഹെർ ആൻഡ് ദെൻ ദ ക്യാരക്ടർ ബിൽഡ് ഫ്രം ദെയർ. സോ അപ്പോൾ ഷീ വാസ് ഇൻവോൾവ്. ഐ മീൻ എല്ലാ റൈറ്റിങ്ങിലും she was involved as a writer also, as a co-writer in terms of the dialogue and all that. Yeah, I was just going to say that actually, that he was very open with me adding character layers. So I wanted certain backstory sections for her that come into the play. They come and play very simply and very in one dialogue. Here she asks for an iPad, she asks for a keyboard, but why does she ask for it? So that kind of backstory, he was open to me developing that. And even with the dialogues, because I had lived in the US, I made Monica's dialogues a bit more organically American. So thankfully he was very open to me giving that kind of feedback and that kind of input into my character. So I think it worked out well. Right. Akhil, Raghu's character, I knew it very well myself. But Monica's character, I was a little unsure where, Urvashi came in and she took that ahead. ബിക്കോസ് രഘുവിൻ്റെ ക്യാരക്ടർ എനിക്കറിയാം, ബിക്കോസ് ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ചതാണ്, അവിടെ വളർന്നതാണ്. അങ്ങനത്തെ ഒരു ആൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ മോണിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഐ ഡിഡ്ന്റ് നോ മച്ച്. ഐ ജസ്റ്റ് ഗേവ് ഹർ കുറച്ച് ഹിൻസ് അവിടെ കൊടുത്തു ആൻഡ് ഷീ ടുക്ക് ഇറ്റ് ഫർദർ ഈസ് വാട്ട് ഐ വുഡ് സേ. സോ അങ്ങനെ ഒരു രസമായ ഒരു കൊലാബറേറ്റീവ് വർക്ക് അവിടെ ഉണ്ടായി. സോ ദാറ്റ് എങ്ങനെയാണ് ഈ ഒരു ക്രൂ ശരിക്കും ഫോം ചെയ്തത്? Akhil, I didn't know before. Akhil, I got in touch with him through the internet because lockdown ആയിരുന്നു, എവിടെയും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. So through the internet, through a site, I got in touch with him because when I was searching for ഈ കാസ്റ്റിംഗ് ചെയ്യാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് അങ്ങനെ ആരും I didn't get someone who is into whatever I thought. അപ്പോൾ അങ്ങനെ അഖിലിനെ കണ്ടത്. പിന്നെ ഊർവശി ആസ് ഐ ടോൾഡ് വർക്ക്ഷോപ്പിൽ കണ്ടു. പിന്നെ ഈ DOP ആൻഡ് ഹിസ് വൈഫ്, അവരെ എനിക്ക് പണ്ട് മുതൽക്കേ അറിയാം. ബിക്കോസ് ഷോർട്ട് ഫിലിം അതൊക്കെ ഞാൻ അവരുടെ കൂടെ തന്നെ, ദേ ആർ ലൈക്ക് മൈ പെർമനൻറ്റ് കൊലാബറേറ്റേഴ്സ് ഐ വുഡ് സേ.
സോ ഷോർട്ട് ഫിലിമിലായതുകൊണ്ട് അവരെ അറിഞ്ഞു. പിന്നെ DOP ഹാസ് കോൺടാക്ട്സ് ഓഫ് ദ സൗണ്ട് എഞ്ചിനീയർ ആൻഡ് അതർ പീപ്പിൾ, സോ ഹീ ഗോട്ട് ദം. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൊളാബറേറ്റീവ് വർക്ക് ഉണ്ടായത്. സോ How was Praveen at the shooting? I loved that he was super organized because he was doing a lot of things. He was the writer, the director, the editor, the producer. Oh. He had a lot of things to handle, but he did it really well. And I personally am very organized. I love spreadsheets, I love calendars, I love schedules, and he had everything marked, which day, which page, which angle, everything was planned before, and I really appreciated that because I work very well in an organized setup. So I think in that sense, I had a very easy time working with Praveen. Maybe someone who's not so organized might have got irritated a little bit, but I really loved it. Akhil? ഞാനീ പറഞ്ഞ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. എൻ്റെ ഇപ്പോൾ ഒരു ഷൂസ് ഇപ്പോൾ ഡൈനിങ് റൂമിൻ്റെ അവിടെ വെച്ചാൽ മറ്റേ ചിലപ്പോൾ കിച്ചണിലായിരിക്കും. അത്രയും ഡിസോർഗനൈസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വേറെ പല സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ റോൾസ് ആയിട്ട് മലയാളം ഫിലിംസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിലും നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ ഹൗ ദ അതർ പീപ്പിൾ വർക്ക് എന്നുള്ള നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മീൻസ് നമ്മൾ വിചാരിക്കും ചിലയിടത്തൊക്കെ ഇങ്ങനെ ഡയലോഗൊക്കെ ഓൺ ദ സ്പോട്ട് ഇടാം, ഇതാണ് കേട്ടോ പറയേണ്ട ഡയലോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ആക്ച്വൽ എനിക്ക് ആദ്യം വായിക്കാൻ കിട്ടിയിരുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല സാധനം. എന്തായിരുന്നു ഞാൻ വായിച്ചത് അത് തന്നെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അതൊന്നും ഒരു മാറ്റം വരുത്തിയില്ല, കാരണം അത്ര ആ ഒരു ഐഡിയ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല ഈ ഇതിലുണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് നമുക്ക് ഒരുപാട് ഉണ്ടാവുമല്ലോ, ഈ ഒരു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ ഇത് എല്ലാം ഒരാൾ നമുക്കൊരു എന്താ പറയുക പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ല. ഇതിപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ റൈറ്റർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, എഡിറ്റർ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇതിനപ്പുറം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ ലൊക്കേഷനിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുക, ലൊക്കേഷൻ നോക്കുക, പിന്നെ അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുക, പ്രൈസിൻ്റെ കാര്യത്തിൽ ഡീൽ ചെയ്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അന്ന് നിരവധി വേറെ ജോലികൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറെ കുറേ ജോലികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒക്കെ കൂടെ തന്നെ ഒരു കൂൾ ഹെഡായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു അച്ചീവ്മെൻ്റ്. അതും ആദ്യത്തെ സിനിമയിൽ ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് അതും അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലെവൽ പെർഫെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു എഫേർട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കറിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് തോന്നിയില്ല ശരിക്കും. I also think one thing he did really well was he divided his work. So all the acting related directions we had done in rehearsal even before we reached the set. Exactly. So we were already quite fixed on how certain scenes were going to be played out. So that way he had the space also to focus on the production, on working with the other team members and things like that. He didn't have to, I think we also took it on ourselves to really know the lines exactly how they were. We knew our scenes quite well, I would like to say. Yeah, we had our scenes quite well. ഞാൻ പറയാന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ സർ ഒരു ഇത് പറഞ്ഞിരുന്നു, ഒരു 10-15 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന See You Soon വന്നിരുന്നു. അപ്പോൾ he had said if you have 10-15 people, but he had also stressed 10-15 right people. 10-15 right people ഉണ്ടെങ്കിൽ if you have the idea and if you have the mental frequency, it can happen. So എൻ്റെ പ്ലാനിങ്ങും അതൊക്കെ പേപ്പറിൽ ഉണ്ടാവാം, പക്ഷേ if I didn't have the right people, then it wouldn't have worked. Like Vishwas, my DOP, his wife, Ajit, the sound engineer, Somu, the gaffer, എല്ലാവരും ആ ഒരു മിഷൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിനൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. എല്ലാവരും വി വർ ഗോയിങ് അക്കോർഡിംഗ് ടു ദ ഷെഡ്യൂൾ. അപ്പോൾ എന്ത് പ്ലാനിങ് ചെയ്താലും ആ റൈറ്റ് പീപ്പിൾ ഇല്ലെങ്കിൽ അത് വർക്കാവും. സോ ഇറ്റ്സ് ദ ടീം ബേസിക്കലി. സോ അത് എല്ലാം കൂടി അന്ന് അത് വർക്കായി. That's the whole point here. And he chose people exactly like him. Like he is a perfectionist planner, Vishwas perfectionist, Ajit perfectionist, Soma perfectionist. So all of them were very laser focused only on their work. So if you're directing, you don't have to worry about the lights because you know the lights person is focused. You know the sound person is focused. You don't have to worry about other people doing their job. So he chose the right people. Yeah, the right people at the right time and with the correct vision. I think that will work, I think.
സെറ്റ് എങ്ങനെയായിരുന്നു? ഫുള്ളായിട്ട് ജോളിയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഇതേപോലെ തന്നെയായിരുന്നു. ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് എന്തെങ്കിലും പറയാമോ? തുടക്കം മുതൽ ഒടുക്കം വരെ ഫണ്ണി ആയിട്ടേ ഉള്ളൂ മൊമെന്റ്സ്, എവറിത്തിങ്. ലൈക്ക് നമ്മൾ ശരിക്കും ഒരു വർക്ക് ചെയ്യാൻ തോന്നിയത് തന്നെയില്ല. നമ്മൾ ഇത് മുമ്പ് ഇപ്പോൾ ലോക്ക്ഡൗണിന്റെ സമയത്ത് തന്നെ നമ്മൾ ഡെയിലി ഗൂഗിൾ മീറ്റ് വെക്കായിരുന്നു. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ നിങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, നമ്മളിടയ്ക്ക് ലൈവ് പോയിന്റ് ഡിസ്കസ്. നമുക്കൊരു പ്രൈവറ്റ് സ്ക്രീനിങ് ഉണ്ടായിരുന്നു നമുക്കിവിടെ കൊച്ചിയിൽ ഹാക്ക് ലാബ് എന്ന് പറഞ്ഞാൽ. ഞാൻ പഠിച്ചാൽ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്, സജീവ് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്ക്രീനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ട് കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പേഴ്സണൽ റാപ്പോ ഐ തിങ്ക് 1 മാസം മുമ്പേ അല്ല 2 മാസം മുമ്പേ തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി റിഹേഴ്സൽ തുടങ്ങിയിരുന്നു. അതായത് സ്ക്രിപ്റ്റ് റീഡിങ്, I mean telling their lines, they were aware of what lines they have to say. Adoru at least I think we have followed it for 1 month. Almost a month. Appo avarku lines okay they had known, just a script vaaichukondirikkuva. So adilenne നമ്മളങ്ങ് കമ്പനി പോയിട്ട് ലൈക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണാൻ തോന്നിയില്ല. കറക്റ്റ്. സോ ഒരു 2 weeks എങ്ങനെ പോയി. ഇറ്റ് വാസ് ലൈക്ക് ഫ്രണ്ട്സ് ഹാങ്ങിങ് ഔട്ട് ടുഗദർ എന്നുള്ള ഒരു ഭയങ്കര ഫണ്ണായിരുന്നു. It was actually like a summer camp, right? Because in the morning we had activities. We had to do this scene lunch, this scene dinner. But after we finished, we were free. So we had our dinners together, we listened to music together, we got to know each other really well. So it was actually like it felt like just a summer camp. That too after being locked at home for 1 year, to just be around people was I really enjoyed it. Correct. Yeah. ഈ ഒരു ക്രൂ ശരിക്കും എന്ന് വെച്ചാൽ 8 പേരടങ്ങുന്ന ഒരു ക്രൂ ആണെന്ന് പറഞ്ഞു. ഇതില് മേജർ റോൾസ് എല്ലാം പ്രവീൺ തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് റൈറ്റർ, എഡിറ്റർ, ഡയറക്ടർ, എല്ലാ റോളും. അപ്പോൾ അത് ശരിക്കും ചലഞ്ചിങ് ആയിരുന്നില്ലേ? അതെ, പക്ഷേ ഇത് എല്ലാം കൂടിയും ഒരേ സമയത്ത് വരില്ലല്ലോ. ഇപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രീ പ്രൊഡക്ഷൻ വർക്ക്. ഒറ്റയ്ക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് കോവിഡ് തന്നെ അഫക്റ്റ് ചെയ്തു ശരിക്കും. ആ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് കണ്ടിന്യൂ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇത് നമ്മുടെ പ്ലാനെ ശരിക്കും മാറ്റി മറിച്ചില്ലായിരുന്നോ? അതെ, അത് ഡെഫിനറ്റ്ലി മാറ്റി മറിച്ചു. ബിക്കോസ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ആദ്യത്തെ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ്. ഐ മീൻ ജോട്ടിങ് ഡൗൺ ഐഡിയാസ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ദെൻ അതങ്ങനെ ലോക്ക്ഡൗൺ വന്നപ്പോൾ അത് ഓർഗാനിക്കലി അതും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ പോയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു ടാസ്ക് അത് പ്രീ പ്രൊഡക്ഷൻ ആണല്ലോ. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ആക്ച്വൽ ഇതന്നെ തുടങ്ങിയത് തന്നെ. പക്ഷേ അതിൽ പ്ലാനിങ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി ആ 3-4 മാസത്തിൽ. ഇതിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ ഐ മീൻ വെൻ ഐ സ്റ്റാർട്ടഡ് വിഷ്വലൈസിങ് ഇറ്റ്, നമ്മൾ ഫസ്റ്റ് ബഡ്ജറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് എത്ര ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് വരുമ്പോൾ ഇത് 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഒരു റൂമിലാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അണ്ടർലൈയിങ് ഫാക്ടേഴ്സ് ദാറ്റ് വിതിൻ ദ ബഡ്ജറ്റ് ഹൗ ക്യാൻ യു മാനേജ് ഓൾ ഓഫ് ദിസ്, ഹൗ ക്യാൻ യു ബ്രിങ് other voices into this, other characters into this, can they come വെറും ഒരു വോയിസ് ഓവർ ആയിട്ട് വരാൻ പറ്റുമോ ആസ് ക്യാരക്ടേഴ്സ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അണ്ടർലൈങ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിസൈഡ്സ് വാട്ട് ദ സ്ക്രിപ്റ്റ് ഈസ്. മൊത്തം എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു? ഇവർ 2 പേരും അല്ലാതെ ദർ ഈസ് വൺ മന്ത്രി ജി ക്യാരക്ടർ, ദർ ഈസ് വൺ ഹോട്ടൽ മാനേജർ ക്യാരക്ടർ, പിന്നെ ജോർജ് ഉണ്ട്. ജോർജ് എന്ന് പറഞ്ഞാൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, റിസപ്ഷനിസ്റ്റ്. പിന്നെ ഹൗസ് ഓണർ ക്യാരക്ടർ ഉണ്ട്. പുള്ളി കന്നഡ മാത്രമേ സംസാരിക്കൂ. സോ ബാർടെൻഡർ ഒരു ക്യാരക്ടർ ഉണ്ട്. ബാർടെൻഡർ ഈസ് ഓൾസോ വെരി കീ ക്യാരക്ടർ. സോ ഐ തിങ്ക് അറൗണ്ട് 6 or 7 മേ ബി ടോട്ടലി. ഒരു 6-7 ക്യാരക്ടർ. പക്ഷേ ഓൺ സ്ക്രീനിൽ ഒരു 3 ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വോയിസ് ഓവർ ആയിട്ടാണ് വരുന്നത്. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും വന്നൊരു ഡൗട്ടാണ്. ആക്ച്വലി ഇത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് വ്യൂവേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. അങ്ങനെ ഐ മീൻ ഇറ്റ്സ് നോട്ട് എ വെരി ലൈക്ക് എക്സ്പ്ലിസിറ്റ് അഡൾട്ട് കൈൻഡ് ഓഫ് എ ഫിലിം. പക്ഷേ ഐ വുഡ് സേ ഇറ്റ്സ് എ വെരി സെക്സ് പോസിറ്റീവ് ഫിലിം. അതായത് നമ്മുടെ ഇന്നത്തെ യൂത്ത് അവർ റിലേഷൻഷിപ്പിൽ കൊണ്ടു നടക്കുന്ന പ്രോബ്ലംസ്, അതൊരു പറയാൻ പറ്റാത്ത ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ രഘു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു 30-year-old വെർജിൻ ആണ്.
സോ ഇത് അവൻ 30-year-old ആയിട്ടും അവൻ വൈ ഈസ് ഈ വെർജിൻ? ഇതുവരെയും ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണ്. അഡൾട്ട്ഹുഡ് ഒരാൾ 18 വയസ്സാകുമ്പോൾ അഡൾട്ട്ഹുഡ് ആവുമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ആ സൊസൈറ്റിയിൽ പ്രഷർ കൊണ്ട് ആൻഡ് ഭയങ്കര ലയബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ അതൊന്ന് എങ്ങനെ അവൻ വെളിയിൽ വരുന്നു? ബിക്കോസ് ഈ സെക്ഷുവൽ നീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിസിക്കൽ നീഡ്, ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ നീഡ്, ജസ്റ്റ് ലൈക്ക് food, water, air. It is that way. Humans need it if you are a human. If you are not that, then you are something else, like a spiritual god or something. I mean, I am not saying spiritual people don't have sex. I am not saying that. But I am saying that people have that notion that, if you follow celibacy, then, you attain something and all that. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്തും കൊണ്ടാണ് ഈ ക്യാരക്ടർ മുന്നോട്ട് പോകുന്നത്. ആ ബ്രേക്ക് ചെയ്ത് ആ ഒരു അഡ്വെഞ്ചർ സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞാൽ അവൻ്റെ നെക്സ്റ്റ് ലൈഫ് വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു? ഈസ് ഹി ഗോയിങ് ടു ബക്കിൾ ആൻഡ് ഗോ ബാക്ക് ടു ഹിസ് നോർമൽ ലൈഫ്, ഓർ ഈസ് ഹി ഗോയിങ് ടു ടേക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു? അതാണ് അതിൻ്റെ സ്റ്റോറിയുടെ ഒരു ഇത്. സോ I also think that, I mean, mass movies, we are all as a society, we are okay with killing and shooting and beating and violence. So why is it so, difficult to watch something where two people like each other's company? Isn't that supposed to be easier to watch? Like, I don't understand why a film where two people are learning about each other, are expressing their feelings, their fears, why should that not be mass? Because 90% of our lives we spend having conversations. We don't go around beating people and shooting people and committing mass murder. So this is actually more mass, this is more normal. Correct. That people have these conversations. So I think actually this has a much more universal appeal than somebody flying off a car and falling somewhere. That's my opinion personally. Yes, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സമരത്തിന് പോയ ആൾക്കാരുള്ള സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പോൾ അവിടെ തന്നെ വരുന്ന ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇപ്പോൾ പല സിനിമകളും നമുക്ക് ഈ സെക്സ് എന്നുള്ള ടോപ്പിക്ക് ഇങ്ങനെ ഇപ്പോൾ 18 വയസ്സായി കഴിഞ്ഞാൽ ഒരാൾ അഡൾട്ടായി, പ്രായപൂർത്തിയായി. പക്ഷേ 18 വയസ്സ് ഇന്നിപ്പോൾ 12 മണിയോടെ ഞാൻ ഒരു 18 വയസ്സുകാരനായി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ നോളജും പെട്ടെന്ന് വരുന്നതല്ല. അത് വിത്ത് എക്സ്പീരിയൻസ് അറിയുന്നതാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതായിരിക്കും ഇപ്പോൾ നമ്മളെ കെട്ടിയോളാണെൻ്റെ മാലാക, അതിനകത്തൊക്കെ കാണിക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒരാളോട് പെരുമാറണം എന്ന് അറിയില്ല. അതെ, ഐ അഗ്രി ടു ഹിസ് പോയിന്റ്. നമുക്ക് ജോബ് ചെയ്യാൻ എല്ലാവിധ ട്രെയിനിങ്ങും ഉണ്ട്. ഇഫ് യു ഹാവ് ടു ബിക്കം എൻ എയറോനോട്ടിക്സ് എഞ്ചിനീയർ, ദർ ഈസ് എയറോനോട്ടിക്സ് ട്രെയിനിങ്. ഇഫ് യു ഹാവ് ടു ബിക്കം എ പെയിൻറ്റർ, ദർ ഈസ് ട്രെയിനിങ്. If you have to become something, a carpenter, there is training. There is a training for everything. But to live your emotional life, to live your love life, or to live how to live with people, relationships, we don't have training. Adu people say adu intuitively adu vannekum naturally, but it's not that everybody gets it. There you need, it's like a skill. You need to develop it, you need to nurture it. അപ്പോൾ അതിനുള്ള എന്തൊക്കെ നമുക്ക് ടൂൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു, ലൈക്ക് ത്രൂ എ ഫിലിം, അല്ലെങ്കിൽ 2-3 കോൺവെർസേഷൻസ് അറൗണ്ട് ഇറ്റ്, അതൊക്കെയാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ദർ ഇസ് നോ ട്രെയിനിങ് ആസ് സച്ച് ഫോർ പീപ്പിൾ ടു ഫോൾ ഇൻ ലവ് ഓർ ടു ബി ഇൻ റിലേഷൻഷിപ്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ അത് മെയിനായിട്ട് നമ്മുടെ യങ് ഓഡിയൻസിന് നമ്മുടെ കൺട്രിയിൽ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് ത്രൂ ഫിലിംസ് ഓൺലി പീപ്പിൾ ഗെറ്റ്, and they just imitate what is there on the film. ഇപ്പോൾ ഒരാളെ കാണുന്നു, സ്നേഹിക്കുന്നു, അത് മോസ്റ്റ് ഓഫ് ദ യൂത്ത് ഇന്ന് അത് ഫിലിമിൽ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ വി ലേൺ തിങ്സ്, ബിക്കോസ് യു നീഡ് എ റെഫറൻസ് പോയിന്റ്, ലൈക്ക് ഹൗ യു ഡു ഇറ്റ്. പക്ഷെ അതൊരു മാസ് ഇതാക്കിയപ്പോൾ അതൊരു സോഷ്യൽ കോൺസ്ട്രക്റ്റായി, ഇങ്ങനെയും ചെയ്യാൻ പാടും. പക്ഷെ അത് മാത്രമല്ലല്ലോ, there are other ways to do it also. It's not important ഈ വഴിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അതാണ് എൻ്റെ സ്റ്റോറിയുടെ ഒരു ലൈൻ. നമ്മളെ സിനിമയിൽ കാണും, ഇപ്പോൾ ഈ പണ്ടത്തെ സിനിമയിൽ കാണുമ്പോൾ നമ്മൾ ഈ
കിസ്സിങ് സീനാണെങ്കിൽ പോകുന്നെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും ബാക്ക് പോർഷൻ മേടിച്ച് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ രണ്ട് പൂക്കൾ ഇങ്ങനെ വരുന്നു, ഹീറോയിൻ അതിൻ്റെ ബാക്കിൽ പോകുന്നു. അപ്പം അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ അത് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഈ വയലൻസ് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം? ഇത് കുറച്ചുകൂടി നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടോപ്പിക് തന്നെ ശരിക്കും നോർമലൈസ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലെ പകുതി പ്രശ്നങ്ങളും തീരും. If I had seen this film when I was 18 or 19, it would have given me so much more context in how to have these conversations, how to say this is okay, this is not okay, I want this, I don't want this, what's the difference between physical touch, what's the difference between sexual touch, things like that. As he was saying, we don't have any reference points, so my hope is that if there's a 19 or 20-year-old person watching this, that they will understand those concepts a little bit, watching these two characters have that communication about it. And at the same time, it's not proclaiming that you should become like that character. You should not do it this way. There are points that the film talks about. So our message, coming back to your question, ningal choichadu aaraan ningada audience, I would say everybody. I would say everybody, but then clearly focused on very young people, like from the age of maybe 18 to maybe I can say put it to 35 or 45. That is the range that I'm looking. Young, urban, or people who understand English and all that, they can actually relate to this kind of a film. ഈ ഒരു മൂവി ഒരുപാട് റെക്കമെൻഡേഷൻസിന് പോയിട്ടുണ്ട് അവാർഡിന്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞാൻ തുടങ്ങിയത് തന്നെ അതെന്നായിരുന്നു എൻ്റെ ഐഡിയ. അതായിരുന്നു ദാറ്റ് ഈ ഫിലിം എനിക്ക് അത്ര ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് അത്ര കപ്പാസിറ്റി ഇല്ല. ഞാൻ ഒരു തിയേറ്ററിക്കൽ റിലീസിന് പോകാനുള്ള എനിക്ക് ആ കപ്പാസിറ്റി ഇല്ല. സോ ഞാൻ വിചാരിച്ചത് ഫെസ്റ്റിവൽ റൂട്ടിൽ അതിനെ പോപ്പുലറൈസ് ചെയ്യാന്നാണ് എൻ്റെ ഐഡിയ. ഒരുപാട് അവാർഡ്സ് ഇത് വേൺ ചെയ്തിട്ടുണ്ടെന്ന്. അതെ ഉണ്ട്. ഒരു 10 or 11 recognitions in terms of award winners and also official selections ആയിട്ടുണ്ട്. ജസ്റ്റ് ബെർലിൻ ഇൻഡി ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ ന്യൂയോർക്ക് ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ, ഇതിലൊക്കെ they have really recognized it and made it the award winner. And even Madras Independent ഇവിടെ locally, and തിരുവനന്തപുരത്ത് ഒരു Urvashi is there. Akhil also has applied to the acting, as an actor, and he has also got recognition on that. So adoru nalloru experience aayirunnu, that at least people are recognizing it, people are watching it, and at least acknowledging that okay, there is a film like this nalla oru satisfaction undu adile. Coming to Urvashi, how is Malayalam industry? I don't know if this counts as Malayalam industry, does it? I don't know working if it with does. Malayalis. Working with Malayalis has been great. Honestly, I've done another short film and a feature film. My first feature film was also with a Malayali writer, director, cinematographer, editor, very similar to Praveen. I've had a great experience with it, with working with people from the industry. Although I've never shot here in Kerala. All our shooting for that first film, it's called Triple Whammy. Written by Anish Chako, that we shot in Coorg and in Bangalore, and this I also saw it in your Instagram. Sorry, Instagram. You saw it? Okay, yeah, that's also available on Stream for just 70 rupees. So that's also done, and this film also we shot entirely in Bangalore. So I don't know if it counts as Malayalam industry, but hopefully if anyone is looking, yes, I'm And available. Tell about the other film also that you have worked in, the Kannada one. Yeah, that has no connection with Malayalam film industry at all. That's a completely Kannada film. It's called Amrit Apartments. That's available on Amazon Prime, so you can go watch that also. And yeah, now what's your future plan? I would love to keep doing more of this. I actually, having worked with writer directors, I think I would also love to write and maybe direct, but more in theatre. My background is in theatre. I like to be on stage. I like to create for stage. Screen work I did because I was curious, and I would love to keep doing it. I really enjoy it. But if I have to write, if I have to direct, it will be for stage. Hopefully someday. Akhil, ഇനിയിപ്പോൾ സിനിമയിൽ തന്നെ ആയിരിക്കുമോ ആഗ്രഹം? അത് തന്നെയാണ്. സിനിമ നമ്മളെ നിർത്തിയോ എന്നുള്ളത് കൂടി നോക്കാമല്ലോ. ഫ്യൂച്ചറിൽ മറ്റേ ജോലി കാര്യങ്ങളൊന്നും നോക്കാനുള്ള ജോലി ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ ആക്ച്വലി ഒരു ഗ്രാൻഡ് കെവിൻ ബേസ്ഡ് കമ്പനി ഉണ്ടായിരുന്നു മയാമിയിൽ. അപ്പോൾ US കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദൈവവിളി പോലെ ഒരു
സിനിമ എന്നുള്ളൊരു മോഹം. ഞാൻ ആക്ച്വലി ക്രൂസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ക്രൂസിൽ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. ലൈക്ക് ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു നെറ്റ്ഫ്ലിക്സ് മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിലുള്ള ആൾക്കാരും ആക്ടേഴ്സൊക്കെ ആയിട്ട് കുറേ പേര് സംസാരിച്ച് പിന്നെ ഭയങ്കര ഒരു അയ്യോ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ കിട്ടില്ല എന്ന് കാണുമ്പോൾ ഒരു ഗിൽട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് പിന്നെ നമ്മുടെ കോൺട്രാക്ട് തീരാറായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒന്ന് നോക്കട്ടെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടില്ല. ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഫിലിമിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 7 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സെറ്റ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു സെറ്റാണ്. മീൻസ് വിചാരിച്ചില്ല ഞാൻ ഒരിക്കലും. ഞാനിതിന് അവാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി പ്രവീൺ ചേട്ടന് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് കിട്ടി തുടങ്ങി. അപ്പോൾ എൻ്റെ പാരൻസ് ചോദിച്ചു നിനക്ക് ഒന്നും കിട്ടിയില്ലേ, നിനക്ക് ഓടുന്നില്ല, അപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്യണം. നീ എന്താ അപ്ലൈ ചെയ്യാൻ ചോദിച്ചപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യണം. ഇത് ചെറിയ ഫെസ്റ്റിവൽസിനൊക്കെ ഒന്ന് അയച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴും ബെസ്റ്റ് ഡെബ്യൂ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും കാറ്റഗറി ഇല്ല. എന്നിട്ട് നോക്കുമ്പോഴൊക്കെ ഫുൾ ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ ബ്രദറും സിസ്റ്ററിനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അവരായിരുന്നു എൻ്റെ ശരിക്കും ഒരു ബാക്ക് ബോൺ ഈ ഒരു പ്രോജക്റ്റിൻ്റെ, എൻ്റെ ചേട്ടനും ചേച്ചിയും. അപ്പോൾ അവർ എന്നെ ഒരുപാട് അവർ ഫുൾ എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്കും ശരിക്കും ഭയങ്കര ഫുൾ സപ്പോർട്ടായിരുന്നു. അവർ നീ ചെയ്യണം, അത് എന്തായാലും ചെയ്യണം എന്നുള്ള. അതെ, അവരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ ആയാലും ഇപ്പോൾ സിനിമ ചെയ്യൂ എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കറിയില്ല അവർക്ക് അത് എത്രമാത്രം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കറിയില്ല. എനിക്ക് ഐ തിങ്ക് പോസിറ്റീവാണ്. കാരണം സ്വന്തം മകനെ ആ ഒരു റോളിൽ കാണുമ്പോൾ എന്താവുന്നുള്ള എനിക്കറിയില്ല അവരുടെ റിയാക്ഷൻ. പക്ഷേ അതോ ഇപ്പോൾ എൻ്റെ ചേട്ടനും ചേച്ചിയാണ് എൻ്റെ ശരിക്കുള്ള ഒരു ബാക്ക് ബോൺ ഇതിൻ്റെ അകത്തുള്ള. ഒരു സപ്പോർട്ടിലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ചെയ്ത് വന്നു തുടങ്ങി. പിന്നെ ത്രൂ ഔട്ട് അവർ പറഞ്ഞു എന്നാൽ നീ ഇതിനയക്ക്, ഫെസ്റ്റിവൽസിനയക്ക്, അവിടെ അയക്ക്, ഞാൻ അയക്കാണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 1-2 ഇങ്ങനെ വലിയ ഫെസ്റ്റിവൽസിന് ഞാൻ കുറേ അയച്ചു തുടങ്ങി. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. പിന്നെ മോസ്കോ റഷ്യ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അതിൻ്റെ മീൻസ് ബാക്കിയുള്ള നോമിനേഷൻസ് കിട്ടുമ്പോൾ ഫുൾ ഒക്കെ സായപ്പന്മാരുടെ പേര് അയച്ചിട്ടൊക്കെ നമ്മുടെ പേര് ഒരു അഖിൽ എൻ മേനോൻ എന്ന് പറഞ്ഞ് കാണുമ്പോൾ തന്നെ മറ്റേ ഈ റഷ്യൻസിനൊന്നും പേര് പോലും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പേരിനിടയിൽ നമ്മുടെ പേര് കിടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടി ആസ് എൻ ആക്ടർ. എനിക്ക് ഒരു 4-5 വയസ്സ് ഉള്ളപ്പോൾ എനിക്ക് ഒരു ആക്ടർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ആൾക്കാർ നമ്മളൊരു ആക്ടറായിട്ട് കണ്ടു തുടങ്ങി എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ലൈഫൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു നല്ലൊരു നടൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും അതെ കിട്ടുന്ന ആ ഒരു സന്തോഷം അതാണല്ലോ എല്ലാം. ലൈക്ക് ജീവിതത്തിൽ നമുക്ക് അതിനെക്കാട്ടിലും ഉയർന്നതായിട്ടൊന്നുമില്ല ശരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഞാനിപ്പോൾ ഉർവശിക്ക് വലിയൊരു ആർട്ടിസ്റ്റാണ് ശരിക്കും. ഞാനിപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ് ആൻ ആക്ടർ എനിക്ക് ഉർവശിയിൽ നിന്ന് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലപോലെ ഉണ്ട് ഉർവശിക്ക്. പക്ഷെ എനിക്ക് അത്ര പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഞാൻ കൂടുതലും ഈ മിമിക്രി മോണോ ആക്ട് സ്കിറ്റൊക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറി ഇറങ്ങിയിട്ടില്ല. പിന്നെ പഠിത്തത്തിൽ മഹാമോശമായതുകൊണ്ടായിരിക്കും എൻ്റെ ടീച്ചേഴ്സും ഫാമിലിയൊന്നും അധികം ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. എങ്ങനെയും പഠിച്ച് പാസ്സാവാൻ നോക്കുക എന്നുള്ളൊരു ഇതായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഫൈനലി വിചാരിച്ചു ഓക്കെ ഇറങ്ങാം വിചാരിച്ച് തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ കുറച്ച് സിനിമകൾ മലയാളത്തിൽ ചെയ്തു. ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ടിട്ട് പിന്നെ ഞാൻ എപ്പോഴും ഇതേ നോക്കിയിട്ടുള്ളൂ. ആദ്യം ഒരു പാസിങ് സീൻ കിട്ടിയാൽ ഓക്കെ അടുത്തതിനകത്ത് 2 സെക്കൻഡ് സ്ക്രീൻ പിടിച്ച് നിർത്തണം, പിന്നെ ഒരു ഡയലോഗ് അങ്ങനത്തെ ഒരു ഇത്. പിന്നെ എപ്പോഴും ഞാൻ നോക്കിയിരുന്ന ഒരു കാര്യമുള്ളൂ, എനിക്ക് നാളെ തന്നെ ഒരു വലിയൊരു ആക്ടർ ആണെന്നുള്ളതല്ല നോക്കിയിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇന്നലെ ഞാൻ എന്തായിരുന്നു അതിനാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് നാളെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഈ ഒരു കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഐ തിങ്ക് നമ്മുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും തന്നെ ഡിപ്രസ്ഡ് ആയ ഒരു ഫേസാണ്. കാരണം നമുക്ക് മാത്രം വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ അതിൻ്റെ ഇടയിലും കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വന്നു. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് എന്ത് കാസ്റ്റിംഗ് കോളോ ഒന്നും വരുന്നില്ല എന്നുള്ളത്. നമ്മൾ ആ കൂടി പിന്നെയും ആക്റ്റീവായിട്ട് വെക്കുന്ന കാസ്റ്റിംഗ് കോൾ വരുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസും പെർഫോമൻസ് വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ആസ് എൻ ആക്ടർ കുറച്ച് ആക്റ്റീവായിട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ്. അപ്പോൾ അതും ഇല്ലാത്തൊരു സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ഓൺലൈൻ ടാലൻറ്റ് ഏജൻസി വഴി ഒരു പ്രവീൺ ചേട്ടൻ്റെ ഒരു ഇത് വരുന്നത് എനിക്ക്. അപ്പോൾ അത് ശരിക്കൊരു അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങൾ ഞാൻ വായിച്ചു കൊടുത്ത് ഞാൻ ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എനിക്കത്. അതെങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ളത്. പിന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് ഇമോഷൻസ്
ആ ഒരു ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത്. പ്രവീൺ, ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് മെയിനായിട്ട്? ഫ്യൂച്ചർ പ്ലാൻ ഇത് ഇപ്പോൾ റിലീസാവാൻ പോകുന്നു നാളെ. സോ ദാറ്റ് ഈസ് വൺ. വേറെ അപ്കമിങ് പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അപ്കമിങ് പ്രോജക്ട്സ് അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടില്ല, പക്ഷേ ഐ എം റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ്. സോ ഇൻ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ്. സോ അത് മെറ്റീരിയലൈസ് ആവാനുള്ള ശ്രമത്തിലാണ്. സോ നോക്കാം. ഉർവശി ഓൾറെഡി ബിഗ് സ്ക്രീനിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്നാണ് ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ കഴിയുക? ബിഗ് സ്ക്രീൻ ആക്ടറായിട്ടോ? ആക്ടറായിട്ടല്ല, ആസ് എ ഡയറക്ടർ. യു മീൻ ദ തിയേറ്ററിക്കൽ റിലീസ് ആൻഡ് ഓൾ ദാറ്റ്? ഐ ഡോണ്ട് നോ. ഐ മീൻ അത് അഖിൽ പറഞ്ഞ മാതിരി ഓരോരോ ദിവസമായിട്ട് ഐ എം ജസ്റ്റ് ട്രൈങ് ടു സീ നാളെ എന്ത് ചെയ്യാൻ പറ്റും. ഐ മീൻ ഐ എം നോട്ട് തിങ്കിങ് ഇവിടുന്ന് 1 year down the line or 2 year down the line, because ഇത് ഞാൻ ഈ ഫീച്ചർ ഫിലിമിനെ ഞാൻ ആലോചിച്ചതല്ല. അത് ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങി, പിന്നെ ഫീച്ചർ ഫിലിമായി, അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട്, ബേബി സ്റ്റെപ്സ് ബേസിക്കലി. അപ്പോൾ ഇത് ഞാൻ ഐ വോണ്ട് ടു മേക്ക് മോർ ഫിലിംസ്, യെസ്. ബട്ട് അത് തിയേറ്ററിക്കൽ റിലീസ് ആവുമോ, മാസ് മൂവി ആവുമോ, അതൊന്നും ഐ ഡോണ്ട് നോ. ബട്ട് ഐ ഹാവ് എ പാഷൻ ടു മേക്ക് മോർ ഫിലിംസ്, ടു കീപ് ക്രിയേറ്റിംഗ് മോർ ഫിലിംസ്. സോ അത് ഡെഫിനറ്റ്ലി ഉണ്ട്, നോക്കാം. സോ ഇറ്റ് ഈസ് ഓൾ however it takes me. So I'll keep creating something. That is what it is. നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്താണ് പറയാനുള്ളത്, നമ്മുടെ ബേസിക് വ്യൂവേഴ്സിൻ്റെ അടുത്ത്? ബേസിക് എല്ലാ വ്യൂവേഴ്സിൻ്റെ അടുത്തും ഇതേ പറയാനുള്ളൂ. ഞാൻ ഫിലിമിലും പറയാറുണ്ട്. ഫിലിമിലും ഒരു ഡയലോഗുണ്ട്, ദാറ്റ് ദ വേൾഡ് നീഡ്സ് ദിസ് ഫിലിം എന്നുള്ള ഒരു ഡയലോഗുണ്ട്. അതായത് ഈ വേൾഡിന് ഒരു റിക്വയർഡായ ഫിലിമാണ് ഇത്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ആസ് എ ഫിലിം. സോ എല്ലാവരും പോയി കാണുക. moviescience.com എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ പോയി കാണുക. എസെൻഷ്യൽസ് ആണ് മൂവിയുടെ പേര്. സബ് ടൈറ്റിൽസും ഉണ്ട്. സോ പ്ലീസ് ഗോ വാച്ച് ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ വിൽ സേ. We're pitching? Yeah. We're pitching please now? Go ahead, yeah. Okay, yeah. I think as I said in my earlier answer to something else, I was saying that I think these conversations that these characters have is really important. Especially for young people who are navigating this world of romantic relationships and all of that for the first time. I also think there might be a lot of people who've had a lot of romantic relationships who might think about things differently. So I think hopefully films like Essentials can become a mass appeal movie. That's what I would like for it to be. So yes, yeah, it's on Moviescience. It's pay-per-view, so you can just watch it's just film. 100 rupees. Yeah, just 100 rupees, watch the film. We've put in a lot of work. Praveen has been working on it for more than a year. Yeah. A lot of people have been involved, a lot of passion and blood and sweat and literally tears have been involved in the making of this film. Correct. So Yeah. it's just 1.5 hours for you, but it's 1 year for us. Correct. So yeah. we would and it's love just 100 rupees. Yeah. Most importantly, it costs less than your groceries. Yeah, so you should watch costs it. less than maybe tomatoes these days. Tomatoes are high. It is Yeah. less expensive than vegetables. You should, and it's an essential. Yeah, it's an essential. It's cheaper than most essentials, so you should watch it. Yeah. എന്താ അഖിൽ, നമ്മുടെ ഒരു മൂവിനെ കുറിച്ച് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത്, നമ്മുടെ മലയാളി ഓഡിയൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇത് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിൽ തുടങ്ങിയൊരു ഫിലിമാണിത്. അത്രയും ആ ഒരു ഫേസിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഫിലിം മേക്കറും ഇത്രയും ക്രിയേറ്റീവ് ആയിരുന്നുണ്ടാവുന്നത്. എനിക്ക് പേഴ്സണലി അറിയുന്നവരാരും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലാണ് മിക്കവരും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് വളരെ ക്ലീൻ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഈവൻ ദോ 1 കൊല്ലവും 2 കൊല്ലമൊക്കെ എടുത്തിട്ട് നമ്മളിത് ഈ സാധനം ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ്ലി വന്നത് എങ്കിലും, പക്ഷേ എനിക്കൊന്നും ഒരു ജീവിതകാലത്തെ ഫുൾ ആഗ്രഹവും വേപ്പും കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതും പല പല ആൾക്കാരുടെ, ഇപ്പോൾ പ്രവീൺ ചേട്ടനായാലും ഉർവശി ആയാലും എൻ്റെ ആയാലും ഇത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണത്. മീൻസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന വേറൊരു സിനിമയാണ് ചുരുളി. അത് പലരും ആക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ അകത്തുള്ളൊരു ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. പക്ഷേ ഇതും എല്ലാവരും അതുപോലെ കാണണം, സ്വീകരിക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എല്ലാ വ്യൂവേഴ്സും നമ്മുടെ മൂവി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഏതായിരുന്നു പറഞ്ഞത്? മൂവിസയൻസിലാണ് റിലീസ് ആവുന്നത്. എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ എസെൻഷ്യൽസിന് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇത് ഇനിയും ഇതുപോലെ നല്ല ഇന്റർവ്യൂസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യട്ടെ. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യണ നല്ലൊരു തീമിലുള്ള ഒരു അടിപൊളി ഒരു മൂവിയാണ് ഈ എസെൻഷ്യൽസ്. നിങ്ങൾ എന്തായാലും ഇത് കാണണം, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടീം എസെൻഷ്യൽസ്.